വണക്കം, ദിസ് ഇസ് സ്റ്റാഫ് കമ്പൂട്ടർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഐബി സ്റ്റൈൽസ് മൈസൂരിലാണ്. അപ്പോൾ ചെക്കിനൊക്കെ ആയിട്ടുണ്ട്. റൂം ഞാനൊന്ന് കാണിച്ചു തരാം. വണ്ടി വാലറ്റ് പാർക്ക് ചെയ്യാൻ കൊടുത്തു. സോ വി ആർ എൻട്രിങ് ഇൻ ടു ഐബി സ്റ്റൈൽസ്. ഇതവരുടെ ഒരു റിസപ്ഷൻ ഏരിയ ആണ്. റിസപ്ഷൻ ലോഞ്ചാണ്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ അവരുടെ ഒരു ഫ്ലമിംഗോ ബാറുണ്ട്. നമുക്ക് ഈ വരാന്ത എന്ന് പറഞ്ഞ ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ റൂം സെക്കൻഡ് ഫ്ലോറിലാണ്. നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട് 235. അതാണ് നമ്മുടെ റൂം നമ്പർ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ പറ്റി ഞാൻ കംപ്ലീറ്റ് ഒരു പ്രോപ്പർട്ടി ടൂർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ റൂമിലോട്ട് പോയിട്ട് ആദ്യം റൂം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് സെക്കൻഡ് ഫ്ലോറിലെത്തി. ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ ഐബി സ്റ്റൈലാണ്. അപ്പം 235 ആണ്. അപ്പോൾ റൂം നമ്പർ 235 അവിടെ അന്വേഷിച്ച് പോട്ടെ. ഭയങ്കര രസമുണ്ടല്ലേ. നമ്മൾ സിംഗപ്പൂർ അല്ലെങ്കിൽ ഗോവ നിന്ന പോലത്തെ ഒരു സ്റ്റൈലേ അല്ല. കംപ്ലീറ്റ്ലി എനിക്കൂടെ നോക്കാം, ഒരു ലക്ഷറി ബിസിനസ് ഹോട്ടൽ സ്റ്റൈലാണ്. അടിപൊളി ഹോട്ടലുണ്ടോ. എന്തായാലും റൂം ഒന്ന് പോയി കാണാം. 235 ടാപ്പ് ചെയ്തു. ദിസ് വൺ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, എന്ത് രസമാണ്. അടിപൊളി ബേർഡ് തീം റൂമാണ് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടപ്പെടും. കംപ്ലീറ്റ് ബേർഡ്സിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ജനല, ഫുൾ ഗ്ലാസ് വിൻഡോ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കുറച്ച് ഫ്ലാറ്റൊക്കെ കാണാം. നല്ല അടിപൊളി റൂം. നല്ല ഒരു ലക്ഷറി ഫീലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് റൂമാണ്. ക്വീൻ സൈസ് ബെഡാണ്. പിന്നെ അത്യാവശ്യം വേണ്ട അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഒരു വെറ്റ് ഏരിയ ഡ്രൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയർ ഡ്രയർ ഉണ്ട്. ഇതാണ്ടോ, കൊള്ളാം. അടിപൊളി റൂം. ഈ റൂമിൻ്റെ തീം അത്രയും ബേർഡാണെന്ന് തോന്നുന്നുണ്ട്. ബേർഡ്സിൻ്റെ ഫോട്ടോസ് വെച്ചേക്കുന്നത്. ഇതെല്ലാം ഡ്രോയിങ് ആണ്. അടിപൊളി റൂം കേട്ടോ. അല്ലേ, നല്ല റൂം അല്ലേ. എങ്ങനെയുണ്ട് അത്? റൂം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ അല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി കാണിച്ചു തരാം നമ്മുടെ ഐബിസിൻ്റെ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഐബി സ്റ്റൈൽസ് ഇതാണ്. മൈസൂരിലുള്ള ആ ഒരു പ്രോപ്പർട്ടി ഇതാണ്. കയറുമ്പോൾ ഇതാണ് എൻ്റെ എൻട്രി ഗേറ്റ്. മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻട്രി ഗേറ്റിങ്ങിനകത്ത് കയറുമ്പോൾ നമുക്കിവിടെ കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. കാർ അവർ വാലറ്റായിട്ട് പാർക്ക് ചെയ്തോളും. പിന്നെ ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഒരു കിഡ്സ് പാർക്ക്, ചെറിയ കിഡ്സ് പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അതും ഇവിടേക്ക് ഒന്ന് കളിച്ചാട്ടോ. അത് ഭയങ്കര രസമാണ്. കാര്യം ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടൊരു സ്ഥലം. നല്ല പാർക്കാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. താഴെ സിന്തറ്റിക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചാണ് എൻ്റെ ഫ്ലോർ ചെയ്തേക്കുന്നത്. അവിടെ സ്ലൈഡ് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട്. അവിടെ പക്ഷേ മണ്ണാണ്. അപ്പോൾ ഇത് ആക്ച്വലി വീണാലും ഒന്നും പറ്റാതിരിക്കാനായിട്ട് സിന്തറ്റിക് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് താഴെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഞാൻ ബാക്കി പ്രോപ്പർട്ടിയുടെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഇത് കാണിച്ചാൽ. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ബിസിനസ് ക്ലാസ് ഹോട്ടലാണ്. പക്ഷെ നല്ല ഹോട്ടലാണ്. നല്ല ഫുഡാണ്. നല്ല റൂമാണ്. നല്ല അമ്യൂണിറ്റീസാണ്. റൂഫ് ടോപ്പൊക്കെ ഒരു ബാറും ഒരു പൂളും ഒക്കെ ഉണ്ട്. അടിപൊളി പൂളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ എല്ലാം കാർ പാർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ നമ്മൾ കാർ കൊടുത്താൽ അവർ വാലറ്റായിട്ട് പാർക്ക് ചെയ്തിട്ട് അതിലൊരു ടോക്കൺ തരും. അപ്പോൾ ടോക്കൺ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു കീ തരും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കയറുമ്പോൾ ഇതാണ് മെയിൻ റിസപ്ഷൻ ലോഞ്ച്. ഇപ്പോൾ റിസപ്ഷൻ ലോഞ്ചിൽ അവർക്ക് ഒരു ഫ്ലമിംഗോ എന്ന് പറഞ്ഞൊരു ബാറുണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു നെസ്റ്റ് ആൻഡ് പോൾ എംപോറിയം, ഒരു ചെറിയ ഷോപ്പ്. ഇത് അവരുടെ ഫ്ലെമിംഗോ എന്ന് പറഞ്ഞ ബാറാണ്. ഇവിടെ ലോങ്ങസ്റ്റ് ഹാപ്പി അവറാണ് 4 PM to 11 PM. ഇതാണ് അവരുടെ ഒരു ഫ്ലെമിംഗോ ബാർ. ഇത് ഫ്രണ്ട് റിസപ്ഷൻ ആൻഡ് ലോഞ്ചാണ്. പിന്നെ അവർക്ക് ഇവിടെ വരാന്ത എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പറഞ്ഞേക്കുന്നത്. ആ വരാന്ത റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ കണ്ട ചെറിയൊരു ചായക്കടയുണ്ട്. ചായയും പിന്നെ കുക്കീസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് വരാന്ത റെസ്റ്റോറൻറ്റ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ ഇവിടെയാണ്. രാവിലെ 6:30 തൊട്ട് 10:30 വരെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് കണ്ടോ. അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. അപ്പോൾ ഇതാണ് ആ ഒരു വരാന്ത റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ ലെഫ്റ്റിൽ ഇവിടെ നമുക്ക് ഈ ഒരു
IB's നിന്ന് എവിടേക്ക് പോവാം, അടുത്തുള്ള മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസാണ് അവരിവിടെ ബോർഡ് വെച്ചേക്കുന്നത്. ആൻഡ് അതിൻ്റെ ടൈമിങ്സും ഉണ്ട്. അപ്പം നമുക്ക് റൂം ആക്സസ് ചെയ്യുന്നത് കാർഡ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ നമുക്ക് നമ്മുടെ ഫ്ലോറിൽ പോകണമെങ്കിൽ, ഇപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറാണ് റൂം, അവിടെ പോകണമെങ്കിൽ ഈ കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലോറ് നിൽക്കാൻ മാത്രമേ പോവുള്ളൂ. നമ്മൾ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് 6th ഫ്ലോറാണ് പോകുന്ന കാര്യം. 6th ഫ്ലോറിൽ പൂളുണ്ട്, ജിമ്മുണ്ട്, പിന്നെ അവിടെ ഒരു റൂഫ് ടോപ്പ് ബാറുണ്ട്. കേട്ടോ, നമ്മളിങ്ങനെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ആണെങ്കിൽ സെക്കൻഡിൽ ഞെക്കണം, അല്ലാതെ വേറെ ഫ്ലോറിൽ പോകത്തില്ല. പിന്നെ താഴെ ഉണ്ടായിരുന്നത് ഫ്ലെമിംഗോ, വരാന്ത, പിന്നെ കുറച്ച് ബോർഡ് റൂംസ് ആൻഡ് മീറ്റിംഗ് റൂംസ് ഒക്കെയാണ്. ഇവിടെ കൂടുതലും ഒരുപാട് ബിസിനസ് മീറ്റൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു ബിസിനസ് ക്ലാസ് ഹോട്ടലും കൂടെ ആയതുകൊണ്ട്. അപ്പം നമ്മളിപ്പോൾ എന്തായാലും പൂളും ആ ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ബാർ ആൻഡ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. വി ആർ ഗോയിങ് ടു ദ 6th ഫ്ലോർ. അപ്പോൾ ഇത് 6th ഫ്ലോറാണ്. നല്ല രസമാണ് കേട്ടോ ഇറങ്ങുമ്പോൾ. അപ്പോൾ ആദ്യം ജിമ്മ് കാണിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. കയറുമ്പോൾ ജിമ്മ് 24 hours ആണ്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉള്ള ജിമ്മാണ് കേട്ടോ. ഇതാണ് അവരുടെ ജിമ്മ്. അത്യാവശ്യം എല്ലാ മെഷീൻസും, അത്യാവശ്യം വർക്കൗട്ടും ചെയ്യാൻ പറ്റുന്ന എല്ലാ മെഷീൻസും ഉണ്ട്. ഇവിടെ നിന്ന് കാണുന്നൊരു വ്യൂ നോക്കിയാൽ പുറത്ത് ജിമ്മിൽ നിന്ന് കാണുന്നൊരു വ്യൂ. ഏറ്റവും പൊക്കത്താണ് കേട്ടോ ജിം ഇരിക്കുന്നത്, 6th ഫ്ലോറിലാണ്. അപ്പോൾ ഇതാണ് അവരുടെ ജിമ്മ് വരുന്നത് കേട്ടോ. അപ്പോൾ 6th ഫ്ലോറിൽ തന്നെ ഇവിടെ ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് K19 എന്ന് പറഞ്ഞിട്ട്, അതാണ് എന്താ ഈ കാണുന്ന KA16 എന്ന് പറഞ്ഞൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ്. റൂഫ് ടോപ്പ് ബാർ ആൻഡ് ഡൈനിങ്. രാത്രിയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഈ ബാർ ആൻഡ് ഡൈനിങ് ആണ്. ഇതൊരു ഔട്ട് സൈഡ് അവരുടെ ഡൈനിങ് സ്പേസും, അതിനകത്താണ് ബാറ് വരുന്നത്. ബാർ ആൻഡ് ഡൈനിങ് ആണ്, ഫുഡും ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. രാത്രി ഭയങ്കര വൈബാണ്. നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര രസമാണ്. നമുക്ക് ഏറ്റവും പൊക്കത്താണ് ഈ ഒരു റൂഫ് ടോപ്പ് ബാറുള്ളത്. നോക്കി എന്ത് രസമാണ്, രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ പൂളാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന അവരുടെ പൂളാണ് കേട്ടോ. പൂൾ ക്ലോസ്. പൂൾ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ് പൂളുള്ളത്. അടിപൊളി റൂഫ് ടോപ്പിലുള്ളൊരു പൂളാണ് കേട്ടോ. നോക്കി എന്ത് രസമാണ്, നല്ല കിടിലം പൂള്. നോക്ക് വേണ്ട, ഇതാണ് IB സ്റ്റൈലിൻ്റെ റൂഫ് ടോപ്പിലുള്ള പൂളിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇത് ഓപ്പൺ ആവും. രസം നോക്കിയാൽ അടിപൊളിയല്ലേ, സൂപ്പർ പൂളാണ് കേട്ടോ. രാത്രിയൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഷവർ ഏരിയ ഉണ്ട്. ഇവിടെ ഷവർ ഏരിയ ഉണ്ട്. ഇത് 1.2 മീറ്റർ, അതായത് 4 ഫീറ്റേ ഉള്ളൂ ഹൈറ്റ്. ഇതാ ഇവിടെ കിടക്കാനായിട്ട് ഒരു ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇതാണ് IB സ്റ്റൈലിലെ അടിപൊളി ഒരു പൂൾ. കിടിലോ അല്ലേ. ഈ പൂളെന്ന് പറയുമ്പോൾ വലിയ കരുക്കുമുണ്ട്, കിഡ്സിനും ഉണ്ട്. ഇത് വലിയവരുടെ പൂളാണ് ഈ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞ 4 ഫീറ്റ്. ഈ കാണുന്ന പൂള് കിഡ്സ് പൂളാണ് കണ്ടോ. ഇത് കുട്ടികൾക്കുള്ള പൂളാണ്. ഇത് വലിയ ആൾക്കാരുടെ പൂളാണ്. അപ്പോൾ അടിപൊളി ഒരു പൂളും ഉണ്ട് നമ്മുടെ ഈ IB സ്റ്റൈൽ മൈസൂരിൽ പ്രോപ്പർട്ടിക്ക്. അപ്പോൾ പൂളിൽ കളിക്കാനായിട്ട് അദ്ദു ഇന്നലെ തൊട്ടേ പറയുന്നു. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അദ്ദുവിനെ കൊണ്ട് പൂളിലൊന്ന് കളിപ്പിക്കണം, എന്നിട്ട് വേണം കറങ്ങാൻ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ അദ്ദുവിനെ കൂട്ടി നമ്മൾ ഇതാ പൂളിൽ ഇറങ്ങാൻ വന്നു. അത് വേറെ അടിപൊളി പൂളല്ലേ, അടിപൊളി പൂളല്ലേ. സൂപ്പർ പൂളല്ലേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അദ്ദുവിനെയും കൊണ്ട് പൂളിലോട്ട് ഇറങ്ങി. അത് സൂപ്പർ പൂളാട്ടോ. ഞാൻ ജസ്റ്റ് എല്ലായിടം നടന്ന് കാണിച്ചുതരാം. ഒരു ഇൻഫിനിറ്റി ടൈപ്പ് പൂളാണ്. 4 ഫീറ്റേ ഉള്ളൂ, എൻ്റെ ചെസ്റ്റ് വരെ ഉള്ളൂ. അടിപൊളിയാണ്, സൂപ്പർ പൂൾ. അപ്പോൾ ഞങ്ങൾ താമസിച്ച IB സ്റ്റൈൽ മൈസൂരിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളീ കണ്ട വീഡിയോ. നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. മൈസൂർ ഊരാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം.
നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, നല്ല സർവീസാണ്, നല്ല റൂമാണ്, നല്ല ഫെസിലിറ്റീസാണ്. അപ്പം നിങ്ങൾ മൈസൂർ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ ഐബി സ്റ്റൈൽ അടിപൊളി ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. This is Trav Cup. Bye.